റെഫറൻസ് ഉണ്ടെങ്കിൽ ദുബായിൽ എവിടെയും ജോബ് ഈസിയായി കിട്ടുമെന്ന് ഇവിടേക്ക് വരുന്ന ഒരു 90% പേരും കേൾക്കുന്ന ഒന്നാണ്. എന്നാൽ റെഫറൻസിൽ പോയി ആദ്യ ജോലിയിൽ തന്നെ 8ൻ്റെ പണി വാങ്ങിയ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട് കുറച്ച് പേരെങ്കിലും ചെറുതായി ഒന്ന് തെറ്റിദ്ധരിച്ചത് ഞാൻ ഈ പങ്കുവയ്ക്കുന്ന എക്സ്പീരിയൻസൊക്കെ കറൻ്റ്ലി നടന്ന സംഭവങ്ങൾ എന്നാണ് കേട്ടോ. ഞാൻ ഈ പങ്കുവയ്ക്കുന്നതൊക്കെ ഞാൻ ഇവിടെ ജോലി നോക്കി വന്ന സമയത്തെ എക്സ്പീരിയൻസുകളാണ് കേട്ടോ. കറൻ്റ്ലി ഞാൻ വർക്കിംഗ് അല്ല, ഇപ്പോൾ തൽക്കാലം ജോലിയും നോക്കുന്നില്ല കേട്ടോ. വരുന്ന വേക്കൻസിയൊക്കെ CV അയച്ച് മടുത്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ പാർട്ടീഷനിലുണ്ടായിരുന്ന ഒരു ഫാമിലി വഴി ഒരു ഇൻ്റർവ്യൂ തരപ്പെട്ട് കിട്ടിയത്. പുള്ളിക്കാരത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് തുടങ്ങിയ ഒരു ന്യൂ വെഞ്ചറിലേക്കാണ് ആളെ വേണ്ടത്. സാലറി ഒന്നും അധികം എക്സ്പെക്റ്റ് ചെയ്യേണ്ട, എങ്കിലും ജോബ് 80% ഷുവറാണ്, ബാക്കി നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച്. ഇതായിരുന്നു കിട്ടിയിരുന്ന ഇൻസ്ട്രക്ഷൻ. ദുബായിൽ വന്ന് ആദ്യ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നെർവസ് ആയിരുന്നു കേട്ടോ. ഇൻ്റർവ്യൂവിനായി എത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത് അവിടുത്തെ റിസപ്ഷനിലിരുന്ന പുള്ളിയായിരുന്നു കേട്ടോ. പുള്ളിക്ക് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ആസ് യൂഷ്വൽ ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ലേഡി ആയിരുന്നു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. ആകെ അവരെന്നോട് ചോദിച്ചത് സെൽഫ് ഇൻട്രോ ആയിരുന്നു. എന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും മറ്റും നോക്കി. എന്നിട്ട് എന്നെ നോക്കിയിട്ട് യു ആർ ഇൻ എന്ന് പറഞ്ഞു. അത്രയും കേട്ടപ്പോൾ ഹാപ്പിനെസ് മാത്രമായിരുന്നില്ല കേട്ടോ, ശരിക്കും കൺഫ്യൂഷനും കൂടി ആയിരുന്നു. ഒപ്പം 3 days ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും കൂടി അവർ ആവശ്യപ്പെട്ടു. പിന്നീടായിരുന്നു കഥയിലെ ട്വിസ്റ്റ്. പിറ്റേ ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോഴാണ് അവരൊരു ഫേക്ക് കൺസൾട്ടൻസി ആണെന്ന് അറിഞ്ഞത്. ഇവിടെ ജോലി തിരക്കി വരുന്ന പാവപ്പെട്ടവരുടെ കാശ് തട്ടിക്കുന്ന പരിപാടി. അതിലേക്ക് മലയാളികളെ പറ്റിക്കാനുള്ള ജോബ് കൺസൾട്ടൻ്റ് എന്ന പോസ്റ്റായിരുന്നു എനിക്ക്. ഇടയ്ക്കെപ്പോഴും അവർ പറഞ്ഞ ഒരു കാര്യം മലയാളി എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയായിരുന്നു. അത് മറ്റൊന്നുമല്ല കേട്ടോ, മലയാളികളെ അത്ര പെട്ടെന്നൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന്.